നോർമൽ ബിഹേവിയറിനെ കുറിച്ചാണ് ക്ലാസ് തുടങ്ങിയത്. അതിനെക്കുറിച്ച് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. അബ്നോർമൽ സൈക്കോളജി എന്നാൽ നോർമൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നതിനാണ് നമ്മൾ അബ്നോർമൽ എന്ന് പറയുന്നത്. അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ചിന്താഗതി മറ്റുള്ള അസുഖത്തെ പോലെ തന്നെ സൈക്കോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ അബ്നോർമൽ ബിഹേവിയറിനെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. അപ്പം ആ ബിഹേവിയറൽ ഡിസോർഡർ എന്നാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്നുള്ള രീതിയിലാണ് നമുക്ക് മാനസിക രോഗത്തെ നമ്മൾ കാണുന്നത്. ഇപ്പോഴും മാനസിക രോഗത്തെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ, ലോകം മുഴുവൻ നമുക്ക് പറയാനും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാണുന്നത് മാനസിക രോഗം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ധാരാളം വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഒന്ന്, ഇത് മറ്റുള്ള രോഗത്തെ പോലെ ഒരു രോഗമാണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, ചികിത്സയ്ക്ക് വരുന്നില്ല. മറ്റൊരു ചിന്താഗതി, ഇത് പാരമ്പര്യമായിട്ടുള്ളതാണ്, ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ട്രീറ്റ്മെൻറ്റ് വേണം, ഇതിന് മാറ്റം വരികയില്ല, അല്ലെങ്കിൽ രോഗത്തിന് മുക്തി ഒരാൾക്കുണ്ടാകുകയില്ല. അടുത്തൊരു തെറ്റിദ്ധാരണ, മരുന്നുകൾ കഴിക്കുന്ന ആള് തളർന്ന് ഇരിക്കും അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും, അവനെ തളർത്തിക്കിടത്തുന്നതാണ് എന്നുള്ള ചിന്താഗതി. മറ്റൊരു തെറ്റിദ്ധാരണ, ഈ മരുന്നുകൾക്ക് സൈക്കോളജിക്കൽ ഡിസോർഡറിന്, സൈക്കോളജിക്കൽ അസുഖത്തെ, മാനസിക രോഗങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൂടുതൽ സൈഡ് എഫക്റ്റ് ഉള്ളതാണ്, അതിൻ്റെ പാർശ്വഫലങ്ങൾ വളരെ കൂടുതലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ചിന്താവിശേഷം മനുഷ്യരുണ്ട്. അപ്പം ഇതാണ് ആദ്യമായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇന്നും മാനസിക രോഗം മറ്റുള്ള രോഗങ്ങളെ പോലെ കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഭൂതപ്രേത പിശാചുക്കൾ ഇതുകൊണ്ടുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പ്രേതബാധ അല്ലെങ്കിൽ യക്ഷിബാധ അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തിട്ട്, ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്തിട്ട് മനുഷ്യനെ തളർത്തുന്ന അല്ലെങ്കിൽ അപകടപ്പെടുത്തുന്നത് കൊണ്ടാണ് മാനസിക രോഗം ഉണ്ടാകുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഒരു മാനസിക രോഗം ഉണ്ടായാൽ, പെരുമാറ്റത്തിൽ വൈകല്യമുണ്ടായാൽ ജനം ഒരിക്കലും ഒരു ഡോക്ടറെയല്ല ആദ്യം കാണുന്നത് ഏതെങ്കിലും മന്ത്രവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജാരികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ. ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ, ഒരു ജാതിയിലോ ഒരു മതത്തിലോ നിൽക്കുന്നതല്ല, എല്ലാവരിലും ഇത് തന്നെയാണ്. അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഭൂതപ്രേത പിശാചുക്കളിലാണ് ആദ്യം അവർ വിശ്വസിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും പൂജാവിധികൾ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കണ്ടുകൊണ്ട് ജ്യോത്സ്യം വെച്ചിട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് വിചാരിച്ച് അതിനുള്ള പ്രതിവിധികൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ ഇതൊരു രോഗമായി അംഗീകരിച്ച ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വേണ്ടി വരുന്നില്ല. പ്രത്യേകിച്ച് അസ്ട്രോളജിയുമായിട്ട് ധാരാളം ബന്ധമുള്ള ചില ഗ്രഹങ്ങളുടെ നിൽപ്പ് അനുസരിച്ചാണ് മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ധാരണയും, ആ ഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രത്യേക പൂജകൾ കഴിച്ചാൽ ഈ അസുഖം മാറുന്നതാണെന്നുള്ള ധാരണകളും വരുന്ന ഒരവസ്ഥ. അതല്ല എങ്കിൽ എന്തെങ്കിലും ക്ഷുദ്രകർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടോത്രം, മന്ത്രവാദം, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യ ശരീരത്തിലേക്ക് ആത്മാവിനെ കടത്തി വിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതായ അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുക എന്നുള്ളത്. പിന്നെ കൂടുതൽ ഈ കാലത്ത് ഒരു സംഗതി ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാരാസൈക്കോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം. അപ്പോൾ സൈക്കോളജി ബേസ് തുടങ്ങുന്നത് അവിടെ തന്നെയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ആത്മാവിനെ കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചൊക്കെ പഠനം നടക്കുന്നത് കൊണ്ട് വരുന്ന മാനസിക രോഗങ്ങളെല്ലാം എന്തെങ്കിലും ആത്മാവ് ബാധിച്ചിട്ടുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണ ജനമെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് നമ്മൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ ബിഹേവിയറൽ സൈക്കാട്രിക് പ്രോബ്ലംസ്, മാനസിക രോഗങ്ങളെ ചികിത്സിക്കാനും അതിൻ്റെ ജനങ്ങളുടെയുള്ള കാഴ്ചപ്പാടും. പിന്നെ പണ്ട് കാലം മുതലേ ഉണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനസിക രോഗികളെ പൂട്ടിയിടുക. കാരണം അതൊരു നിയമമാണ്. രണ്ട് തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ജയിലിലടയ്ക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ കെട്ടിയിടുക. ഒന്ന്, കുറ്റവാളികളെ. അപ്പം വലിയ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ തുറുങ്കളിലടയ്ക്കുക. അതുപോലെ മാനസിക രോഗമുള്ള ആൾക്കാരെ തുറുങ്കളിലടയ്ക്കുക, അത് കെട്ടിയിടുക.
ഇങ്ങനെയാണ്. കാരണം പണ്ട് പല രീതികളും ചങ്ങലയ്ക്കിടുക, അല്ലെങ്കിൽ ആമത്തിൽ വിടുക, ഇങ്ങനെയുള്ള ചികിത്സാ രീതികളാണ് ഇന്ത്യ അല്ലെങ്കിൽ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നടന്നു വന്നിരുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും മാനസിക രോഗികളെ ഇങ്ങനെ പൂട്ടിയിടുക അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള ചികിത്സാ രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാനസിക രോഗം വരുന്ന ആൾക്കാരെ ഇങ്ങനെ പൂട്ടിയിടുക, അവരുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായി. അപ്പം അതുകൊണ്ട് മാനസിക രോഗികളുള്ള സമീപനം മറ്റുള്ള രോഗങ്ങളെ പോലെ തന്നെ ഒരു രോഗമാണ് എന്നുള്ളൊരു ചിന്താഗതി മാനസിക രോഗികളോടില്ല, രോഗത്തോടുമില്ല. പിന്നെ ഉണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൂട്ടിയിടുന്നത് മാത്രം പോകട്ടെ, ഒരു വളരെ ക്രൂരമായ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞാൽ മർദ്ദിക്കുക, അവരെ ദേഹത്ത് പൊള്ളലേൽപ്പിക്കുക, മുറിവുകൾ ഉണ്ടാക്കുക, അതിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ദുർബാധകൾ ഇറങ്ങിപ്പോകാൻ ഉള്ള ചികിത്സാ രീതികളും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു വ്യത്യാസം വന്ന ഹിപ്പോക്രറ്റ്സിന്റെ സമയത്ത് ഹിപ്പോക്രറ്റ്സ് പറഞ്ഞ സംഗതിയാണ്. കാരണം തലച്ചോറിനകത്തുണ്ടാകുന്ന ഒരു മാറ്റമാണ്, തലച്ചോറിനകത്തുണ്ടാകുന്നത്. കാരണം അവിടെയാണ് നമുക്കൊരു ചേഞ്ച് ഉണ്ടായുള്ളത്. തലച്ചോറിനകത്തുണ്ടാകുന്നു, ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങളുമാണ് മനുഷ്യന്റെ ബിഹേവിയർ ഉണ്ടാകുന്നത് എന്നുള്ള ചിന്താഗതി വന്നു. അത് കഴിഞ്ഞ് സൈക്കോളജിക്ക് ഒരു വ്യത്യാസം ഉണ്ടായത് 1879 ബിൽഹം കൊണ്ട് ഒരു ലബോറട്ടറി ജർമ്മനി തുടങ്ങിയപ്പോൾ അവിടെയാണ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ മാറി. സൈക്കോളജി എന്ന ഹ്യൂമൻ ബിഹേവിയർ ആണ്, അവൻ്റെ പെരുമാറ്റമാണ്, പെരുമാറ്റത്തിലുള്ള അബ്നോർമൽ ആയിട്ടാണ് സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലം എന്നുള്ള കണ്ടുപിടുത്തം നടത്തുകയും അതിനെ ബേസ് ചെയ്തിട്ട് സൈക്കോളജിക്ക് പുതിയൊരു മാനദണ്ഡം കിട്ടുകയും ചെയ്തു. ഇവിടുന്ന് പിന്നെ വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനസ്സിനെ മൂന്നായിട്ട് തരം തിരിച്ചത്. കാരണം 3 സ്റ്റേജസ് ഓഫ് മൈൻഡ്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ് എന്നുള്ള മനസ്സിനെ തരംതിരിച്ചതാണ് പിന്നെ നമ്മളുടെ സൈക്കോളജിയിലുണ്ടായ ഒരു വ്യത്യാസം. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡ്, ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ്, ആത്മവിശകലനം നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിന്റെ ഫാദർ എന്നുള്ള നിലയ്ക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് വന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആദ്യമായിട്ട് മനുഷ്യന്റെ വളർച്ച ഘടകങ്ങളെക്കുറിച്ച്, രീതികളെക്കുറിച്ച്, അതിൻ്റെ പല സ്റ്റേജുകളെക്കുറിച്ച് പഠനം നടത്തിയത് അല്ലെങ്കിൽ പറഞ്ഞത്. അദ്ദേഹം മനുഷ്യന്റെ ജന്മം, അതായത് വളർച്ചയുടെ ഭാഗങ്ങൾ പല ഘട്ടങ്ങളായിട്ട് തിരിച്ചു. ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി പീരീഡ്, ജെനിറ്റൽ സ്റ്റേജ്. ഓറൽ സ്റ്റേജിൽ നിന്ന് പറയുന്നത് 0, ജനിക്കുന്ന അന്ന് മുതൽ 18 മാസം വരെ, 1.5 വയസ്സ് വരെയുള്ള സമയം ഓറൽ സ്റ്റേജ്. ഈ സമയത്താണ് കുട്ടികൾ സെൻസറി മോട്ടോർ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുപഠിക്കുക, കേട്ടുപഠിക്കുക, തൊട്ട് പഠിക്കുക, അങ്ങനെയുള്ളതും കുറെ ലാംഗ്വേജസ് ഒക്കെ കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന ആ സമയമാണ്. അത് 1.5 വയസ്സ് വരെ. അത് കഴിഞ്ഞ് ഏന സ്റ്റേജിലേക്ക് 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. അപ്പൊ ഈ സമയത്ത് എന്ന് വെച്ചാൽ അമ്മയുടെ മുലപ്പാൽ, ഓറൽ സ്റ്റേജ് എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് സെക്യൂരിറ്റി കിട്ടുന്നത് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നതെന്ന് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് മുലപ്പാലിൽ നിന്ന് പതുക്കെ 18 മാസം മുതൽ 3 വയസ്സ് വരെ ഏനൽ സ്റ്റേജ്, ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുക, കുറച്ച് സംഭാഷണങ്ങൾ ഡെവലപ്പ് ചെയ്യുക, ആൾക്കാരുമായിട്ട് ഇടപെടാൻ പഠിക്കുക, സെക്സ് ഡിഫറൻസുകൾ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് ഏനൽ സ്റ്റേജ്. അത് കഴിഞ്ഞ് 3 വയസ്സിൽ 6 വയസ്സ് വരെ വലിയ വ്യത്യാസം കുട്ടികൾക്ക് ഉണ്ടാകുന്നതിലും ലാംഗ്വേജ് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്യുക, സോഷ്യലൈസേഷൻ, മറ്റുള്ളവരുമായിട്ട് ചേരുന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക, തൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, കൂടുതലും സോഷ്യലൈസേഷൻ ഉണ്ടാകുന്നതാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഫാലിക് സ്റ്റേജ്. പിന്നെ ലേറ്റൻസി പീരീഡ് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, അല്ലെങ്കിൽ 6 വയസ്സ് മുതൽ പ്യൂബർട്ടി സ്റ്റേജ് വരെയുള്ള സമയം. 10 വയസ്സാകാം, 12 വയസ്സാകാം. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ കൂടുതൽ മനസ്സിലാക്കുക, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക, ഗ്രാമർ പഠിക്കുക, ആൾക്കാരുമായിട്ട് ഇടപെടുക, സ്കൂളിൽ പോവുക, സോഷ്യലൈസേഷൻ അത് നമുക്ക് ഉണ്ടാകുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 18 വയസ്സ് വരെ ജെനിറ്റൽ സ്റ്റേജാണ്. വളർച്ചയുടെ അവിടെ വെച്ച് കുട്ടി ഒരു ഫിലോസഫി ഉണ്ടാക്കണം. തൻ്റെ ജീവിതത്തിൽ താൻ ആരാകണം, എന്താകണം, എങ്ങനെ വരണം എന്നുള്ളതിനെ കുറിച്ച് കുട്ടി ഒരു തീരുമാനമെടുക്കുന്നു.
അതാണ് ജനറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജുകളിലൂടെ ഓറൽ സ്റ്റേജ്, ജേനസ് സ്റ്റേജ്, ലേറ്റൻസി പീരിയഡ്, ജനറ്റിക് സ്റ്റേജ്, ഇതുവരെ വളർന്ന ഒരു കുട്ടികൾ പോസിറ്റീവ് സ്റ്റോക്ക് കിട്ടുന്ന, ഇവിടെ കുട്ടികൾക്ക് മതിയായ സംരക്ഷണം കിട്ടുന്ന, മതിയായ സൗകര്യങ്ങൾ കിട്ടുന്ന, അങ്ങനെയുള്ള കുട്ടികളെ ശാരീരികമായ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലെന്നുള്ളതും അവർക്ക് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാകില്ല എന്നുമാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ചേഞ്ച് ഉണ്ടായത്, അതാണ് സൈക്കോളജിയിൽ ഒരു ചേഞ്ച് ഉണ്ടായത്. പിന്നെ അവിടുന്ന് പിന്നെ ഡെവലപ്പ് ചെയ്തു. പിന്നെ ന്യൂറോൺസിനെ കണ്ടുപിടിക്കുന്നു. അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടായത് സൈക്കോളജിയിൽ ന്യൂറോൺസിനെ കണ്ടുപിടിക്കും. ന്യൂറോൺസിൻ്റെ പ്രവർത്തനമാണ്. ഇപ്പോൾ തലച്ചോറിനെ വിഭജിച്ചു, തലച്ചോറിനെ 4 ലോബ്സ് ആയിട്ട് തിരിച്ചു, 2 പാർട്ടായിട്ട് തിരിച്ചു, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ. അപ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ബ്രെയിൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെ പഠിക്കാനുള്ള കുഴപ്പം എന്താണ്, അല്ലെങ്കിൽ അത് റൈറ്റിന് എങ്ങനെ ആർട്ട് ലെവൽ വലിയതാകുന്നു. അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിനിനെ കുറിച്ച് ഒരു വിശകലനം നടത്തി. അത് കഴിഞ്ഞ് ലോബ്സിനെ കുറിച്ച് പറഞ്ഞു. ഫ്രണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ്, പാരിയേറ്റൽ ലോബ്, ഒസിപ്പിറ്റൽ ലോബ്. അപ്പോൾ ലോബ്സിൻ്റെ പ്രവർത്തനം കുറിച്ച് എന്താണ് ലോബ്സ്, എന്തൊക്കെയാണ് ശരീരത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, സെൻസേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ പെർസീവ് ചെയ്യുന്നു, പെർസെപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ സൈക്കോളജിയിൽ വ്യത്യാസമുണ്ടായി. അപ്പോൾ ഇവിടെ നിന്ന് സൈക്കോളജിയിലെ ഐക്യൂലേക്ക് വന്നു, ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റിലേക്ക് വന്നു. പെരുമാറ്റം എങ്ങനെയാണ്, ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ്, ബുദ്ധി എന്താണ്, അതെങ്ങനെ വരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടെ സൈക്കോളജി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് ഒരു പഠന രീതിയിലേക്ക് വന്നു, ഐക്യു ഒക്കെ വന്നു. അവിടെ നിന്നാണ് അബ്നോർമൽ ബിഹേവിയറിലേക്ക് നമ്മൾ വരിക. എന്താണ് അബ്നോർമൽ? നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ അല്ലാത്തത് അബ്നോർമൽ ബിഹേവിയർ. അതിന് പല കാരണങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു. കാരണം എന്താ, പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, ബയോളജിക്കലായിട്ടുള്ള ഇതുണ്ട്. അപ്പം ശരീരത്തിലുള്ളത് എക്സാമ്പിൾ തൈറോയ്ഡ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറവ് വന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ, ബിഹേവിയർ പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ടാവും, ഫാറ്റി ശരീരത്തിന് വണ്ണം വെക്കുക, അത് ശരീരത്തിനെ എങ്ങനെയൊക്കെ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ ബാധിക്കുന്നു. ഇതെന്നൊക്കെ പറഞ്ഞാൽ ശാരീരികമായ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ച്. അപ്പോൾ തൈറോയ്ഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സംശയരോഗം ഉണ്ടാകുന്നു, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു, വിഷാദമുണ്ടാകുന്നു, ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നു, അപ്പോൾ ശരീരത്തിന് വണ്ണം വെക്കുന്നു, ഫിസിയോളജിക്കൽ ചേഞ്ചസ്. അപ്പം ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ ചുറ്റുപാടുകളുണ്ടാകുന്ന നമ്മൾ നാച്ചുറൽ കലാമിറ്റീസ്, എക്സാമ്പിൾ വെള്ളപ്പൊക്കം, 2018 വെള്ളപ്പൊക്കം നമ്മൾ പറയുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. കോവിഡ് ലോകം മുഴുവൻ പടർന്നു പിടിച്ചു, കോവിഡ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടായ മാനസിക പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ മാനസിക പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനം, അല്ലെങ്കിൽ എന്താണത് മാനസിക രോഗം ഉണ്ടാകുന്ന കാരണങ്ങളെന്ന് കണ്ടുപിടിക്കും. അത് പാരമ്പര്യമായിട്ടുള്ളതാകാം, ബയോളജിക്കലാകാം, സൈക്കോളജിക്കലാകാം, എൻവയോൺമെൻറ്റിലാകാം, ഇതെല്ലാത്തിനും കൂടി കണ്ടുപിടിക്കും. അങ്ങനെയാണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് മനുഷ്യനുണ്ടാകുന്നത്. അപ്പോൾ മാനസിക രോഗങ്ങൾ കൊണ്ട് അവൻ്റെ എമോഷണൽ, വൈകാരികമായി എന്തൊക്കെ ചേഞ്ച് ഉണ്ടാകും, അവൻ്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അവൻ്റെ നോർമൽ ലൈഫിൽ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് സൈക്കോളജി അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചു തുടങ്ങി. അപ്പോൾ അബ്നോർമൽ ബിഹേവിയറിൽ നിന്ന് ഏതൊക്കെ തരത്തിലുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ അബ്നോർമൽ ബിഹേവിയർ കോസസ്, എന്തൊക്കെയായിരിക്കും കാരണം, ഒരു അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാകാനുള്ള കാരണം എന്നാണ്. അടുത്തത് നെസസറി സാഹചര്യങ്ങൾ, എന്തെങ്കിലും സാഹചര്യങ്ങൾ ചെറുതായിട്ടുണ്ടാകുമ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാനസികമായ രോഗങ്ങളുണ്ടാകുക. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുക, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുക, അത് നെസസറി ആയിരിക്കും. അത് സംഭവിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കാൻ വയ്യാത്ത കാര്യങ്ങൾ. അത് സഫിഷ്യൻ്റ് ആണോ, ഈ സംഗതി ഒരു മാനസിക രോഗം ഉണ്ടാക്കാനുള്ള സഫിഷ്യൻ്റ് ആണോ. പിന്നെ അതിനെ കൂടാതെ കോൺട്രിബ്യൂട്ടറി, അതിനോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നെസസറി, ഉണ്ടാകാവുന്ന ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യം ഉണ്ടാകുന്നതാണോ, അതല്ല ഉണ്ടായ കാര്യങ്ങൾ സഫിഷ്യൻ്റ് ആണോ, ഒരു മാനസിക രോഗം ഉണ്ടാക്കാൻ വേണ്ടി സഫിഷ്യൻ്റ് ആണോ, അല്ലെങ്കിൽ അതിന് വേറെ എന്തൊക്കെ സാധനങ്ങളാണ് കോൺട്രിബ്യൂട്ട്, അങ്ങനെ ഒരു മാനസിക രോഗം ഉണ്ടാകുന്ന ബാക്കിയുള്ള കാരണങ്ങൾ എങ്ങനെയാണ്. ഇതാണ് കോസസ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. കാരണങ്ങൾ എന്തൊക്കെയാണ്. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. ഫസ്റ്റ് വൺ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇൻ്റർവ്യൂ മെത്തേഡാണ്. ഒരാളെ വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് അയാളുടെ പേഴ്സണലായിട്ട് ഇൻ്റർവ്യൂ വെച്ച് മുഖാമുഖം കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക.
ഇന്ന പ്രശ്നങ്ങളാണുള്ളത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ അവസ്ഥ എങ്ങനെ, സന്തോഷമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഇൻ്റർവ്യൂ ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുന്നതാണ് ആദ്യത്തെ. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ പ്രത്യേക സെറ്റപ്പിലൊക്കെ ഉണ്ടാക്കി ആ സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്ലിനിക്കലായിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ്, റോഷ ടെസ്റ്റ് പോലുള്ള പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്, CAT പോലുള്ളത്, തീമാറ്റിക് പെർസെപ്ഷൻ, ധാരാളം സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. 16 PM പേഴ്സണാലിറ്റി അളക്കാനുള്ള ടെസ്റ്റ്, ഇൻ്റലിജൻസ് അളക്കാനുള്ള, എമോഷൻസ് അളക്കാനുള്ള ടെസ്റ്റ്, അങ്ങനെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ധാരാളം. അത് ഇൻഡിവിജ്വലും ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റും ഉണ്ട്, പെർഫോമൻസ് നോൺ പെർഫോമൻസ് ടെസ്റ്റും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ടെസ്റ്റുകൾക്ക് നമ്മൾ ചോദിക്കുന്ന ഈ ടെസ്റ്റുകൾക്ക് എന്തെങ്കിലും, ഏത് സൈക്കോളജിക്കൽ ടെസ്റ്റിനും ഇങ്ങനെ ചോദ്യങ്ങൾ ആദ്യം ഉണ്ടാകും. ദെൻ ഫസ്റ്റ് വൺ ഇസ് ദ ഒബ്ജക്റ്റീവ്. എന്തിനു വേണ്ടി ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തുന്നു, ഈ ടെസ്റ്റ് നടത്തുന്നു? ഇപ്പോൾ റോഷ ടെസ്റ്റ് നടത്താൻ പോകുന്നത് അയാളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള അറിയാം, അല്ലെങ്കിൽ മാനസിക രോഗത്തെ കുറിച്ച് അറിയാനുള്ളതാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ നോംസ്, ഇതെങ്ങനെ കൊടുക്കണം. ചുമ്മാ കൊണ്ടുപോയിട്ട് ഒരു ടെസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാൻ പറയുക. ഈ ടെസ്റ്റ് നടത്തുന്നതിൽ നോംസ് ഉണ്ട്. ഇന്ന ആയിരിക്കണം, ഇൻഡിവിജ്വൽ ആയിരിക്കണം, ഗ്രൂപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത്ര സമയം കൊടുക്കണം, ഇന്ന രീതി ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് ദ നോംസ്. അപ്പം ഒബ്ജക്റ്റിവിറ്റി, റിലയബിലിറ്റി, വാലിഡിറ്റി. ഈ ചെയ്യുന്ന റിസൾട്ടിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ, വിലയുണ്ടോ? ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം എന്തെങ്കിലും ഇതിനകത്ത് വാലിഡിറ്റി ഉണ്ടോ? റിലയബിലിറ്റി, വിശ്വസ്തമാണോ, ഈ കിട്ടുന്ന ആൻസർ വിശ്വസ്തമാണോ, അത് ഏതെങ്കിലും പോയിട്ട് നമ്മൾ നിൽക്കുകയാണ്. അപ്പം ഇതിനെക്കുറിച്ച് സോ ഒബ്ജക്റ്റിവിറ്റീസ്, നോംസ്, റിലയബിലിറ്റി, വാലിഡിറ്റി ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ. എവിടെ വെച്ച് നടത്തിയാലും ഈ ടെസ്റ്റ് നടത്തിയാലും ഒരേ ആൻസർ കിട്ടും. അത് എറണാകുളത്ത് നടത്തിയാലും, കൊല്ലത്ത് വെച്ച് നടത്തിയാലും, കോഴിക്കോട് വെച്ച് നടത്തിയാലും, ഡൽഹി വെച്ച് നടത്തിയാലും, മദ്രാസ് വെച്ച് നടത്തിയാലും, ബോംബെ വെച്ച് നടത്തിയാലും സൈക്കോളജി ടെസ്റ്റിൻ്റെ റിസൾട്ട് നമുക്ക് സെയിം ആയിരിക്കും. അപ്പം സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ്. ദെൻ ഒബ്സർവിങ് ബിഹേവിയർ. ഒരാളെ നമ്മൾ വാച്ച് ചെയ്യാം, അല്ലാതെ നമ്മൾ കണ്ടുപിടിക്കുക, അതിൽ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുക. അപ്പം ഇതാണ് സൈക്കോളജിക്കൽ നമുക്ക് ചെയ്യുന്നുള്ളത്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. സൈക്കോളജിക്കൽ ഇൻ്റർവ്യൂവിൻ്റെ അസുഖത്തിൻ്റെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. അത് പേഴ്സണാലിറ്റിക്കകത്ത് നമ്മൾ പഠിക്കാനാണ് പ്രൊജക്റ്റീവ് ടെക്നിക്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഷ ടെസ്റ്റാണ്. പിന്നെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരാൾ ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ബയോളജിക്കൽ ടെസ്റ്റ്, അതിൻ്റെ ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കുക. തൈറോയ്ഡ് കൂടുതലുണ്ടോ, വൈറ്റമിൻ പ്രശ്നമുണ്ടോ, വേറെ എന്തെങ്കിലും ബയോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് പുള്ളി കാണുന്നുണ്ടോ. ദെൻ നമ്മൾ അതിനുള്ള അസസ്മെൻറ്റുകൾ നടത്തുക. ബയോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ട്, ടെസ്റ്റുകളുണ്ട്, എക്സ്റേ ഉണ്ട്, MRI ഉണ്ട്, അങ്ങനെ പല ബയോളജിക്കൽ അസസ്മെൻറ്റ് നടത്തുക. ദെൻ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ്. ഇത് സൈക്കോളജിക്കൽ ടെസ്റ്റിന് തന്നെ ബിഹേവിയർ, എന്തൊക്കെ ബിഹേവിയർ എങ്ങനെയുണ്ട്, ഓരോ കാര്യത്തിന് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ അവൻ്റെ ചിന്താഗതികൾ പോകുന്നു, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ്. ഇതാണ് ഒരു സൈക്കാട്രിക് പ്രോബ്ലം അല്ലെങ്കിൽ അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ. ഇത് നിങ്ങൾ പഠിക്കണം. സാധാരണഗതിയിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്? അത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിനെ കുറിച്ച് നമ്മളൊന്ന് നോക്കണം. അടുത്തത് ആങ്സൈറ്റി. നമ്മൾ അസുഖത്തിലേക്ക് പോവുകയാണ്. അത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു അസുഖമാണ് ആങ്സൈറ്റി, ഫിയർ ആൻഡ് പാനിക്. ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ആങ്സൈറ്റി, ഉൾക്കണ്ട. എല്ലാവരും പറയുന്നത് എനിക്ക് ആങ്സൈറ്റി, എനിക്ക് ഉൾക്കണ്ട, ഭയങ്കര ഉൾക്കണ്ടയാണ്, പരീക്ഷ എന്ന് ഉൾക്കണ്ടയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ ഫിയർ, പേടിയാണ്. ഇപ്പോൾ ഇത് എപ്പോഴും ഒരു സൈക്കാട്രിക് പ്രോബ്ലത്തിനെ നമ്മൾ നേരിടുമ്പോൾ ഈ ഫിയറും ആങ്സൈറ്റിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. എനിക്ക് പേടിയാണ്, പരീക്ഷ പേടിയാണ്. അപ്പം പരീക്ഷ ആങ്സൈറ്റി എന്താണ് ഇപ്പം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ഈ ആങ്സൈറ്റിയും ഫിയറും തമ്മിലാണ്. ഫിയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സംഗതി മുമ്പിലുള്ളപ്പോഴാണ് എൻ്റെ ഫിയർ. ഞാൻ ഒരു പാമ്പിനെ കണ്ടു, ഞാൻ പേടിച്ചു. പാമ്പ് വരും, അവിടെ പോയാൽ പാമ്പ് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ആങ്സൈറ്റി. ഞാൻ മുമ്പിലൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു അപകടകരമാണെന്ന് തോന്നുമ്പം എനിക്കുണ്ടാകുന്ന വികാരത്തെയാണ് പേടി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഫിയർ. അപ്പം ഇത് തമ്മിൽ എപ്പോഴും തെറ്റിപ്പോകുന്ന ആങ്സൈറ്റിയും
പേടിയും തമ്മിൽ, ഭയവും തമ്മിൽ, അത് ഉത്കണ്ഠയും ഭയവും തമ്മിൽ, ആങ്സൈറ്റിയും ഫിയറും തമ്മിൽ എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സംഗതിയാണ്. എല്ലാവരും ചോദിക്കും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അല്ലെ ആങ്സൈറ്റി എഴുതിയിട്ട് അത് എഴുതിയാൽ പോരെ, അല്ലെ ഫിയർ എഴുതിയിട്ട് അത് പോരെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഇതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഫിയർ എന്ന് പറയുന്നത് ഒരു റിയൽ സിറ്റുവേഷൻ മുമ്പിലുള്ളപ്പോഴാണ്. റിയൽ സിറ്റുവേഷൻ മുമ്പില്ലാതെ വരുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആങ്സൈറ്റി. ദെൻ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പ്രശ്നം? ഫസ്റ്റ് ഫിയർ വന്നു കഴിഞ്ഞാൽ ദെൻ കോഗ്നിറ്റീവ് സബ്ജക്റ്റ് ഐ ആം അഫ്രൈഡ്, ഞാൻ പേടിച്ചു. എൻ്റെ ചിന്താഗതിയാണ്, ഒരു പാമ്പിനെ കണ്ട് ഞാൻ പേടിച്ചു. എൻ്റെ കോഗ്നിറ്റീവാണ്, സബ്ജക്റ്റീവാണ്, കണ്ടു. എന്താണ് മനസ്സിലാക്കുക? ഫിയർ എന്ന് പറയുന്ന ഒരു റിയൽ സിറ്റുവേഷൻ മുമ്പിലുള്ളപ്പോഴേ നമ്മൾ അതിനെ പേടി എന്ന് പറയുള്ളൂ, അല്ലാത്ത ആങ്സൈറ്റിയാണ്. അപ്പോൾ ഫിയർ എന്ന് പറയുന്നത് ഒരു സാധനം മുമ്പിലുള്ളപ്പോഴാണെങ്കിൽ എനിക്ക് എൻ്റെ കോഗ്നിറ്റീവ് ഓർ സബ്ജക്റ്റീവ് റിയാക്ഷൻ എന്തായിരിക്കും? ഐ ആം അഫ്രൈഡ്, അവനെ കണ്ട് ഞാൻ പേടിച്ചു പോയി. ദെൻ സൈക്കോളജിയിൽ ഇൻക്രീസ് ഹാർട്ട് റേറ്റ്. ഫിസിയോളജിക്കലായിട്ട് എന്തൊക്കെ ചെയ്യുന്നു? ഹാർട്ട് റേറ്റ് കൂടും, ഹെവി ബ്രീത്തിങ് ഉണ്ടാകും, പേടിച്ച നമ്മൾ വിളിക്കുക, നമ്മൾ ശ്വാസത്തേക്ക് എടുക്കുക. ദെൻ ബിഹേവിയറൽ സ്ട്രോങ് അർജ് ടു എസ്കേപ്പ് ഫ്രം ദി സിറ്റുവേഷൻ. നമ്മൾ ഓടി, നമ്മൾ മുമ്പിലൊരു പാമ്പിനെ കണ്ടു, ഞാൻ പേടിയാണെന്ന് തീരുമാനിച്ചു, ഉടനെ തന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടി, നമ്മൾ ഹെവി ഭയങ്കര ഇതായി, ടെൻഷൻ കൂടി, നമ്മളുടൻ തന്നെ ബിഹേവിയർ അർജ് എസ്കേപ്പ് ഫ്രം സിറ്റുവേഷൻ, നമ്മൾ ഓടി. അപ്പം ഇത്രയും വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫിയർ എന്നുള്ളൊരു അതിൻ്റെ പെരുമാറ്റം എന്താണ്, അതെങ്ങനെയൊക്കെയാണ് ഒരാളെ ബാധിക്കുക എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റിയൽ സിറ്റുവേഷൻ ഉള്ളപ്പോൾ ഒരാൾക്കുണ്ടാകുന്ന വികാരത്തെയാണ് ഫിയർ എന്ന് പറയുന്നത്. സിറ്റുവേഷൻ ഇല്ലാത്തതാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പാനിക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഫിയർ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉള്ളപ്പോഴേ ഉള്ളൂ. അതിനകത്ത് ആദ്യത്തെ സംഗതി ഐ എം അഫ്രൈഡ്, കോഗ്നിറ്റീവ്, സബ്ജക്റ്റീവ്, നമുക്ക് തോന്നി, ഒരു സാധനം കണ്ടു, പാമ്പിനെ കണ്ട് നമ്മൾ പേടിച്ചു. ദെൻ ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, ശ്വാസം കൂടുതലായി, ഫാസ്റ്റായി, ഹെവിനെസ് ബ്രീത്തിങ് ആയി, ദീർഘ ശ്വാസം എടുക്കാറായി. ദെൻ ബിഹേവിയർ പ്രോബ്ലം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക. മറിച്ച് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയാണ്. എന്തെങ്കിലും സംഭവിക്കും, പാമ്പ് വരും, പരീക്ഷയ്ക്ക് തോറ്റുപോകും, പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആങ്സൈറ്റി എന്ന് പറയും, പിന്നെ ഫിയറായി. പരീക്ഷയ്ക്ക് കയറുന്നത് വരെ നമുക്ക് പറയാം ക്യാൻ സേ ആങ്സൈറ്റി. അപ്പം ആങ്സൈറ്റി അത് വരുമ്പോൾ ആദ്യം കോഗ്നിറ്റീവ് സബ്ജക്റ്റ് നെഗറ്റീവ് മൂഡാണ്. വറി അബൌട്ട് പോസിബിൾ ഫ്യൂച്ചർ, ഡേഞ്ചർ ത്രെറ്റ്, സെൽഫ് preoccupation, inability to predict and or control the occurrence of further danger threat, future danger threat. അതായത് നമ്മൾ മറ്റുള്ള മുമ്പിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, അപ്പുറത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മുമ്പിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, പരീക്ഷ എഴുതി തോറ്റുപോകും, അല്ലെ മഴ പെയ്യും, പുറത്തിറങ്ങുന്നില്ല, അല്ലെങ്കിൽ യാത്ര ചെയ്താൽ അപകടമുണ്ടാകും, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ്. ആ ചിന്തിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പം ഫിയർ എന്ന് പറഞ്ഞാൽ ഉള്ളൊരു കാര്യത്തെക്കുറിച്ച് തന്നെ, ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യത്തിൽ തന്നെ. അതിനകത്ത് മെയിന് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന കോഗ്നിറ്റീവ് മൂഡിനെയാണ്. വറി അബൌട്ട് പോസിബിൾ, സംഭവിച്ചാലോ, നാളെ മഴ പെയ്താലോ, നാളൊരു അപകടം ഉണ്ടായാലോ. Then physiological, chronic tension over arousal, full-fledged fight or fight response. Not there as the fear, but the person is primed for fight or flight response to the anticipated danger. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോളജിക്കലാണ്. ക്രോണിക് ടെൻഷൻ, ഭയങ്കര ടെൻഷൻ അനുഭവിക്കും, വലിയ മുറുക, ബ്രീത്തിങ് എടുക്കാനായിട്ടുള്ള പ്രശ്നം വരിക, എന്തെങ്കിലും നടത്താനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ള തോന്നൽ വരിക, മൂഡ് ഡൗൺ ആകുക. Then behavior, avoidance, anticipate danger, threatening situation, but there is no immediate urgency to escape, as in fear. അതായത് പേടിയെ പോലെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. പേടി എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ റിയാക്ട് ചെയ്യുമായിരുന്നു. ഇതങ്ങനെ ഒഴിവാക്കുക, സാഹചര്യങ്ങളെ ഒഴിവാക്കുക. എന്തൊക്കെയാണോ നമ്മൾക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്ന ആ സംഗതികളെ നമ്മൾ ഒഴിവാക്കുക. അപ്പം എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സാധനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത റിയലായിട്ടൊരു സാധനത്തെക്കുറിച്ച് അല്ലാതെ നമുക്കുണ്ടാകുന്ന ചിന്താഗതിയാണ് ഫിയർ എന്ന് പറയുന്നത്.
സോറി ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് തോന്നുന്നതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആങ്സൈറ്റി വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നത്? കാരണം അത് സാധാരണഗതി ആങ്സൈറ്റി ഉണ്ടാകുമ്പം ആ സാഹചര്യത്തിൽ നമ്മൾ ഓടി ഒളിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. ആ സാഹചര്യത്തെ നേരിടാനായിട്ടുള്ള ധൈര്യം കാണിക്കാതെ വരും. അതിനകത്ത് എന്തൊക്കെയാണ് എന്ന് ആ സെൽഫ് പ്രീ ഓക്യുപ്പേഷൻ, ഇനിബിലിറ്റി ടു പ്രിഡിക്റ്റ് ആൻഡ് ഓർ കൺട്രോൾ ദ ഒക്കറൻസ് ഓഫ് ഫ്യൂച്ചർ ഡേഞ്ചർ ത്രെറ്റ്. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ കൺട്രോളുമില്ല, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിച്ചിരിക്കുക. സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? ക്രോണിക് ടെൻഷൻ ആൻഡ് ഓവർ അറോസൽ, ഫുൾ ഫ്ലെഡ്ജ് ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. കാരണം ഫിയറിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും ഈ സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ട്. ദെൻ ബിഹേവിയർ, അവോയ്ഡൻസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ഡേഞ്ചറസ് threatening situation, but there is no immediate urgency to escape as fear. ഫിയറിനെ പോലെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ അത് പതുക്കെ ചെയ്യേണ്ട കാര്യമാണ് ആങ്സൈറ്റിക്ക് വന്നു കഴിഞ്ഞാൽ. ആങ്സൈറ്റിയും ഫിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് എനിക്ക് ഒന്നുകൂടെ പറയാം. ഫിയർ ഇസ് ആൻ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് റിയൽ ഡേഞ്ചർ. ഒരു റിയൽ സിറ്റുവേഷൻ ഉള്ളപ്പം ഉണ്ടാകുന്നതാണ് അനുഭവമാണ് ഫിയർ എന്ന് പറയുന്നത്. ആങ്സൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവില്ല. പിന്നെ ഇതിനകത്തുണ്ടാകുന്ന കോഗ്നേറ്റീവ്, ഐ എം അഫ്രൈഡ്, പേടി തോന്നും, ഫിസിയോളജിക്കലും ബിഹേവിയർ ചെയ്ത് ഇത് തന്നെയാണ് ആങ്സൈറ്റിക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ആങ്സൈറ്റിക്ക് ഇത്രയും ഒരു എമർജൻസി സിറ്റുവേഷൻ അതിനകത്ത് ഉണ്ടാവില്ല. ദെൻ ഫോബിയാണ്. ഒരു ആക്ച്വൽ ഡേഞ്ചർ ഇല്ലെങ്കിൽ പോലും, അതായത് എന്തെങ്കിലും ഒരു പേടി, ആക്ച്വലി ഇറ്റ്സ് ഡിസപ്രോപ്രിയേറ്റ് ഫിയർ ആണ്, നമ്മൾ അതിനോട് ചേരാത്ത ഒരു പേടിയാണ്. പക്ഷെ അതിനകത്ത് ആ സിറ്റുവേഷൻ നമ്മൾ ഡേഞ്ചർ ആണെന്ന് വിചാരിക്കും. എക്സാമ്പിൾ, വീട്ടിലൊരു പൂച്ച ഉണ്ടെന്നിരിക്കട്ടെ, പൂച്ച പേടിയുള്ള ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും പൂച്ച ഇത് വളർത്തുന്ന പൂച്ചയാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് പേടിയായിരിക്കും. ആ വഴിക്ക് വരിക, എനിക്ക് ആ വഴിക്ക് വരാൻ പറ്റില്ല, എനിക്ക് പേടിയായി, എനിക്ക് അതിനെ കാണണ്ട, എടുക്കണ്ട എന്ന് പറയുക. ദാറ്റ് ഇസ് കോൾഡ് ഫോബിയ. ഇപ്പോൾ ഒരു ലിഫ്റ്റിനകത്ത് ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്ക് ലിഫ്റ്റ് പൊട്ടിപ്പോകും. അങ്ങനെ ആ പർട്ടിക്കുലർ സംഗതിയോടുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ആ സിറ്റുവേഷൻ ആൾ ഒഴിവാക്കാൻ കഴിയുന്നത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അതിനെക്കുറിച്ച് കേൾക്കുന്നത് പോലും ആൾക്ക് പേടിയുണ്ടാക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക. ഫോബിയ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആ സിറ്റുവേഷനോട് അതിനോട് ചേരണ്ടാത്ത അത്രയും ഒരു പേടി ഉണ്ടാകുക. നമ്മൾ കാണുമ്പോഴത്തേക്ക് അയ്യോ അങ്ങനെ സംഭവിക്കും, എനിക്ക് സിനിമയ്ക്ക് കാണാൻ പറ്റില്ല കാരണം എനിക്ക് ഇരുട്ട് പേടിയാണ്, എനിക്ക് വണ്ടിയെ കയറാൻ പറ്റില്ല, ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല കാരണം ഫ്ലൈറ്റ് മുകളിലോട്ട് പോകും, എനിക്ക് ആൾക്കാർ ഫേസ് ചെയ്യാനായിട്ട് പാടാണ് കാരണം ക്രൗഡിനിടയ്ക്ക് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് പേടിയുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള ഫോബിയാസ് ഉണ്ട്. ഇതിന് നേരത്തെ പറഞ്ഞ സ്പെസിഫിക് ഫോബിയ. ആദ്യം സ്പെസിഫിക് ഫോബിയാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ അത് സിമ്പിൾ ഫോബിയ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പലതരത്തിലുള്ള ഫോബിയ ഉണ്ട്. ആദ്യം നമ്മൾ സിമ്പിൾ ഫോബിയ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനോടല്ല, അല്ലാത്ത ഒരു സ്പെസിഫിക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റോട്, എന്തെങ്കിലും പൂച്ചയോട് പേടി, അല്ലെ പട്ടിയോട് പേടി, അല്ലെങ്കിൽ മൃഗത്തോട് പേടി, അല്ലെങ്കിൽ വളർത്തുന്ന എന്തിനെങ്കിലും പേടി. ദാറ്റ് ഇസ് കോൾഡ് സിമ്പിൾ ഫോബിയ, സ്പെസിഫിക് ഫോബിയ. സോഷ്യൽ ഫോബിയ, ഫിയർ ഓഫ് സോഷ്യൽ സിറ്റുവേഷൻ. സാമൂഹികമായ മാറ്റങ്ങളിലെ ചേഞ്ച് നടത്തുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മാറ്റുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനടുക്ക് പോയി പ്രസൻറ്റ് ചെയ്യാനുള്ള പ്രശ്നം, അതാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു ഗ്രൂപ്പിനടുക്ക് പോവുക, ഗ്രൂപ്പായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടപെടുക, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോവുക, ഇതിനെയൊക്കെ കൂടെ നമുക്ക് സോഷ്യൽ ഫോബിയ. പിന്നെ അഗോറാഫോബിയ, ക്രൗഡഡ് പ്ലേസസിലേക്ക് പോകാൻ. അഗോറാഫോബിയ മീൻസ് ക്രൗഡഡ് പ്ലേസസിലേക്ക് പോകാനായിട്ടുള്ള ഭയം. ഇതാണ് സാധാരണഗതിയിലുള്ള സ്പെസിഫിക് ഫോബിയ. ഏതെങ്കിലും എന്തിനോടുള്ള ഒരു പേടി. പാനിക് അറ്റാക്ക് എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും പറയാനുള്ള ഈ പാനിക് അറ്റാക്കും മറ്റേ അറ്റാക്കും തമ്മിലുള്ള, പാനിക് സിറ്റുവേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എപ്പോഴും ചോദിക്കാറുണ്ട്. പാനിക് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കുക ആ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത്, പെട്ടെന്നുണ്ടാകുക.
ഒരു സിറ്റുവേഷൻ വന്നു, അവിടെ വെച്ചുണ്ടാകില്ല. ഒരു സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുക, അവിടെ വെച്ചുണ്ടാകുക. ഇതിനാണ് പാനിക് അറ്റാക്സ് എന്ന് പറയുന്നത്. ഈ പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പെട്ടെന്നായിരിക്കും അതിൻ്റെ സിംറ്റം ഉണ്ടാകുക. യൂഷ്വലി റീച്ച് പീക്ക് ഇൻ ഇൻറ്റൻസിറ്റി വിൻ 10 minutes, സബ്സൈഡ് വിത്തിൻ 20 to 30 minutes. ഇത് 10 മിനിറ്റ് കൊണ്ട് ഇത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. ആ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തീരും. ഇറ്റ്സ് കോൾഡ് പാനിക് അറ്റാക്ക്. ഈ സമയത്ത് ചിലപ്പോൾ തല ഇറങ്ങി വീഴാം, ടെൻഷൻ ഉണ്ടാകാം, പേടിയുണ്ടാകാം, കരച്ചിലുണ്ടാകാം, ഓടാൻ ശ്രമിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ആ സിറ്റുവേഷനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് പാനിക് അറ്റാക്ക്. പാനിക് അറ്റാക്സ് പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. ഒരു 10 മിനിറ്റ് ഡെവലപ്പ് ചെയ്യും, 20-30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ചെയ്യും. ഇത് 1 മണിക്കൂർ കൂടുതൽ ലാസ്റ്റ് ചെയ്യാറില്ല. റെയർലി ലാസ്റ്റ് മോർ ദാൻ 1 hour. അപ്പം സിംറ്റംസ് അബ്രപ്റ്റ്ലി പാനിക് അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാകുകയാണ്. അത് 10 മിനിറ്റിനുള്ളിൽ അതിൻ്റെ പീക്കിലെത്തും. 20 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് അത് പോകും. 1 മണിക്കൂർ കൂടുതൽ ഒരു പാനിക് അറ്റാക്ക് നിൽക്കുന്ന കണ്ടിട്ടില്ല. മാക്സിമം ഇറ്റ്സ് 1 hour. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അൺറീസണബിൾ പീരിയഡ്, മൾട്ടിപ്പിൾ ലൈഫ് ഇവന്റ്സ് ഓർ ആക്ടിവിറ്റീസ്. കുറേ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പേടിയുണ്ട്. ഇന്ന കാര്യം നമുക്ക് പറയാൻ പറ്റുകയില്ല. ജനറലൈസ്ഡ് ആങ്സൈറ്റി, ചിലപ്പോൾ പൂച്ച പേടിയുണ്ടാകും, ചിലപ്പോൾ പെട്ട പേടിയുണ്ടാകും, ചിലപ്പോൾ പരീക്ഷ പേടിയുണ്ടാകും, ചില വ്യക്തികളെ പേടിയുണ്ടാകും, സ്ഥലങ്ങളെ പേടിയുണ്ടാകും. അങ്ങനെ വരുന്ന സംഗതിയാണ് ഈ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ പറയുന്നത്. ഒന്നെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നതിനെ കുറിച്ച് നമുക്കുള്ള പ്രശ്നം ഉണ്ടാകാം. ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന പ്രശ്നങ്ങളുണ്ടാകാം. ഇങ്ങനെ വരുമ്പോഴേക്കാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാകുന്നത്. ഇതൊരു വലിയ അസുഖമായിട്ട് നമ്മൾ എടുക്കാറില്ല, പക്ഷെ സാധാരണ ഇതിൽ ഇത് ഒത്തിരി പേര് അനുഭവിക്കുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ചിലർ ബോധം കെട്ട് വീഴാം, എന്താണ് സംഭവിക്കുന്നത് അറിയില്ല നിൽക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ദാറ്റ് ഇസ് കോൾഡ് ജനറലൈസ്ഡ് ആങ്സൈറ്റി GAD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇറ്റ്സ് വെരി വെരി വെരി. ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒബ്സഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്സഷൻ ഇല്ലാത്ത ആരുമില്ല. പലർക്കും ഒബ്സഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, വീട് പൂട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം, അതൊരു ഒബ്സഷനാണ്. പക്ഷെ അത് കൂടുതൽ ചിന്തിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വീട് അടച്ചോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് കമ്പൾസറി. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടു, ആ സാധനത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും തൊട്ടു, അതിനെ കുറേ പ്രാവശ്യം തൊടുക. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതിയാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുക. ചിലർ കുളിക്കാനായിട്ട് 2 ബക്കറ്റ് വെള്ളം എടുത്തു, വെള്ളം എടുത്തു, ഇത്ര കപ്പ് ഒഴിച്ചു, എണ്ണിക്കൊണ്ടിരിക്കുക, ഇത്ര നേരം സോപ്പ് തേച്ചു, കൈ കഴുകാൻ വേണ്ടി കുറേ നേരം ഉപയോഗിച്ചു, അല്ലെങ്കിൽ വീട് അടച്ചു പൂട്ടിയിട്ട് തിരിച്ചു പോയിട്ട് ഇന്നേം കുറച്ച് കഴിയുമ്പോൾ വീട് പൂട്ടി എന്നുള്ള സംശയത്തിൽ വരിക. എല്ലാം അടുക്കി വെച്ചു കഴിഞ്ഞിട്ട് പിന്നെയും പറയുക ഇതെന്താ അവിടെ അടുക്കി വെച്ചിരുന്നത് കാണുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പറയാം. അല്ലെങ്കിൽ അടുക്കി വെച്ച് പിന്നെ അടുക്കി വെക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുക. കൈ കഴുകി പിന്നെയും കൈ കഴുകാനുള്ള ടെൻഡൻസി കൂടുക. കുളിച്ചു പിന്നെ സോപ്പ് തേക്കാനുള്ള പ്രവണത ഉണ്ടാകുക. ഒരു കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യാനുള്ളതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്. സാധാരണ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD. ഫസ്റ്റ് വേണം പല തരത്തിലുള്ള ഒബ്സസീവ്നെസ് ഉണ്ട്. പക്ഷേ ആദ്യം കുറച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഹോർഡിങ് ഡിസോർഡർ. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കിട്ടിയാൽ അതിനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു പേടി അല്ലെങ്കിൽ ഒരു സങ്കടം. എന്തെങ്കിലും ഒരു സാധനം നമുക്കുണ്ട്, അത് കളയുക അല്ലെങ്കിൽ വേർപെടുക, അത് മാറ്റി വെക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഹോർഡിങ് ഡിസോർഡർ. ദെൻ എക്സോട്രേനിയ ഓർ സ്കിൻ പിക്കിംഗ്. കൈ ഇങ്ങനെ പുള്ളി പറിച്ചെടുക്കുക, എന്തെങ്കിലും പാടുണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ എക്സറേഷൻ ഓർ സ്കിൻ പിക്കിംഗ് ഡിസോർഡർ. ദെൻ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അങ്ങനെയല്ല, മോശമാണ്, എനിക്ക് സൗന്ദര്യമില്ല, എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് പൊക്കം കൂടുതലാണ്, இல்லை പൊക്കം കുറവാണ്, വണ്ണം കൂടുതലാണ്, അങ്ങനെയുള്ള ഒരു ഇതിനാണ്. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ വിടാൻ. പലപ്പോഴും വീടുകളിൽ പഴയ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക, കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് കളയുകയില്ല.
ചില തേഞ്ഞ് ചെരുപ്പുണ്ടാവും, ചെരുപ്പ് കുറിച്ച് ചോദിക്കും. പിന്നെ അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ആവശ്യം ഇല്ലാത്ത സാധനമാണ് ഹോർഡിങ്. അതിൽ നിന്ന് നമ്മളൊന്ന് വിട്ടു നിൽക്കുക. ആ വിട്ടു നിൽക്കാനായിട്ടുള്ള പേടിച്ചാണ് ഹോർഡിങ് ഡിസോർഡർ എന്ന് പറയുന്നത്. പഴയ സാധനങ്ങളെ കളയാനുള്ള, പഴയ സാധനങ്ങൾ എടുത്തു വെക്കുക, അല്ലെങ്കിൽ ഇത്ര ലെവലിലുള്ള ഇത്ര എണ്ണം കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തു വെക്കുക. ആ എടുത്തു വെക്കുന്നതിന് മാറാനായിട്ട്, അത് വിട്ടുപോകാനായിട്ടുള്ള ഒരു മാനസികമായ ബുദ്ധിമുട്ട്. ദാറ്റ്സ് കോൾഡ് ഹോർഡിങ് ഡിസോർഡർ. എക്സോഷൻ, സ്കിൻ പിക്കിങ്, പിച്ച് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇപ്പം വീട്ടിലൊരു കുട്ടിയുണ്ടെന്ന് ഇരിക്കട്ടെ, അമ്മ എവിടെയെങ്കിലും പോകാനായിട്ട് എടുക്കുമ്പോൾ കുട്ടി കരഞ്ഞ് തിരിഞ്ഞു നിന്നിരിക്കട്ടെ, കുട്ടിക്കൊന്നും പറ്റിയ കുട്ടി ചിലപ്പം ഇങ്ങനെ ഇതുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദേഹത്ത് നമ്മൾ പിച്ചിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. എക്സറേഷ്യൻ, സ്കിൻ പിക്കിംഗ് ഡിസോർഡർ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, എന്നെ കാണാൻ കൊള്ളുകയില്ല, അങ്ങനെയുള്ളത്. അടുത്ത വൺ ഈസ് ട്രിക്കോട്ടോമാനിയ, കമ്പൽസറി ഹെയർ പിക്കിങ്. ചിലതാണ്ട് വട്ടത്തി മുടിയിൽ ഇങ്ങനെ മുടി ഇത് കൂടിയിട്ട് ഒബ്സഷൻ കൂടിയിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും സാധാരണഗതിയിൽ ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ നമ്മൾ പഠിക്കുക. ഹോർഡിങ് ഡിസോർഡർ, എക്സ്ക്രേഷ്യൻ, സ്കിൻ പിക്കിംഗ് ഡിസോർഡർ, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, ട്രിക്കോട്ടോമാനിയ, കമ്പൽസറി ഹെയർ ഫോൾ. എന്തൊക്കെയാണ് ഇതിന് പരിപാടികൾ? ഇപ്പം നമ്മൾ ഒരു കോമൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം കോമൺ ആയിട്ടെന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് മാത്രമുള്ളതല്ല, ഒരെണ്ണത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക അസുഖത്തിന് മാത്രമുള്ളതല്ല. അതായത് ആൻസൈറ്റിക്ക് മാത്രമോ ഫിയറിന് മാത്രമുള്ളതല്ല, എല്ലാത്തിനും കൂടെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തെറാപ്പിയാണ് നമ്മൾ പറയുന്നത്. ഇത് ഓരോന്നിനും ഉണ്ട്, ഓരോ സബ്ജക്റ്റിനും. ഈ പാനിക് അറ്റാക്ക് എങ്ങനെയാണ്, ഇത് ആർക്ക് വരും, അല്ലെങ്കിൽ എങ്ങനെ വരും, എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ഈ രോഗങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എക്സ്പോഷർ തെറാപ്പി. ഏതെങ്കിലും ഒരു സാധനത്തെ പേടിയുണ്ടെന്നിരിക്കട്ടെ, ആങ്സൈറ്റി അബൌട്ട് പൂച്ചയാണ്. അല്ല, നമുക്കൊരു പട്ടിയെ കാണാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സാധനത്തിനോട് നമുക്ക് പേടിയുണ്ടെന്നിരിക്കട്ടെ. ഈ സാധനത്തിന് നമ്മൾ എക്സ്പോസ് ചെയ്യിക്കുക, കൂടുതൽ ആളെ അതിനോട് അടുപ്പിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു വളർത്തുമൃഗത്തെ പൂച്ച, എക്സാമ്പിൾ പൂച്ച പറയുന്നതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ധാരാളം ആൾക്കാർക്കുള്ള ഒരു പേടിയാണ്, ഫോബിയാണ് ഈ പൂച്ചയെക്കുറിച്ചുള്ള. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നമ്മൾ പൂച്ച എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയല്ല. നമ്മൾ പൂച്ച എന്ന് കേൾക്കുമ്പോഴേ പേടിയാൽ പതുക്കെ നമ്മൾ കുറേ പ്രാവശ്യം ഇത് പൂച്ച എന്ന് പറയും, അപ്പോൾ കേൾക്കും. പിന്നെ ഏതെങ്കിലും കാണിച്ചത് എഴുതി കാണിക്കും, അല്ലെങ്കിൽ ഒരു പടം വരച്ച് കാണിക്കും. എന്നിട്ട് പതുക്കെ അത് അതിനെ കൊണ്ട് നമ്മൾ അടുപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് എക്സ്പോഷർ തെറാപ്പി എന്ന് പറഞ്ഞാൽ. അത് സാധാരണ ഇത് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പോൾ പലയിടത്തും അത് ചെയ്ത് കണ്ടിട്ടില്ല. കാരണം എക്സ്പോഷർ തെറാപ്പി ചെയ്യാനായിട്ട് പലയിടത്തും നമ്മൾ എക്സ്പോഷർ തെറാപ്പി ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിസിനൊക്കെ വന്നുകൊണ്ട് എക്സ്പോഷർ തെറാപ്പി ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് വളരെ ഫലവത്തായ ഒരു തെറാപ്പിയാണ് എക്സ്പോഷർ തെറാപ്പി. ആദ്യം നമ്മൾ സാധാരണ ഇതിൽ എന്തിനെയാണോ പേടി, ആ സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിക്കും. ആളുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഏതാണെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അതിനോട് പതുക്കെ അടുപ്പിക്കും. എക്സാമ്പിൾ, ഇപ്പം അഗ്രോഫോബിയ ഉള്ള ഒരാളാണെന്ന്, അവൻ ക്രൗഡിൻ്റെ അടുക്കിലേക്ക് നേരെ കൊണ്ടുപിടിക്കുകയാണ്. നമ്മൾ ക്രൗഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, അത് പുള്ളിയെ പതുക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കൊണ്ടുപോവുക, ദൂരെ നിന്ന് കാണിക്കുക, അങ്ങനെ. ദാറ്റ് ഇസ് കോൾഡ് എക്സ്പോഷർ തെറാപ്പി. പിന്നെ ഉള്ളത് ഇൻ്റഗ്രേറ്റഡ് ടെക്നിക്സ്. ഒന്നും മാത്രമല്ല, പല ടെക്നിക്കുകൾ കൂടിയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ദെൻ മോഡലിംഗ് നമുക്ക് ചെയ്യാറുണ്ട്. ഇതൊരു കണ്ടീഷനിങ് ആണ്. മോഡലിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ഒരാളെ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന ഹീറോ വർഷിപ്പ് ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. ഓരോരുത്തരെ നമ്മൾ ഇത് ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുന്ന OCD ഒന്നിന് മാത്രമുള്ളതല്ല, ആങ്സൈറ്റിക്കും എല്ലാത്തിനോട് കൂടിയിട്ടുള്ള കോമൺ ആയിട്ട് പറയുകയാണ്. ആങ്സൈറ്റിക്ക്, ഫിയറിന്, ഫോബിയാസിന്, പിന്നെ OCD എല്ലാത്തിനൂടെയുള്ള ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. പക്ഷേ എല്ലാം കോമൺ ആയിട്ടുള്ളത് മാത്രമേ ഞാനിവിടെ പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് അതിനകത്ത് നോക്കി തന്നെ എടുക്കേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ളത് ദാറ്റ് ഇസ് കോൾഡ് മോഡലിംഗ്. രണ്ടിനും, ആങ്സൈറ്റിക്കും ഫിയറിനും
OCDക്കും എല്ലാം ഉപയോഗിക്കാവുന്ന കുറച്ച് ടെക്നിക്സ് പറയാൻ പറ്റും. പിന്നെ മോഡൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഹീറോ വർഷിപ്പ്, ഇത് എപ്പോഴും പറയാറുണ്ട്, അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ മാറ്റിയെടുക്കുക. അപ്പം നായകന്മാരെ പോലെ വേഷം കെട്ടിക്കുക, അങ്ങനെയുള്ള നടക്കുക, എങ്ങനെ നടക്കാൻ പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ദാറ്റ്സ് കോൾഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, CBT ആണ്. CBT വളരെ വളരെ ഫലവത്തായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് കോഗ്നിറ്റീവ്. കാരണം അവരുടെ ചിന്താഗതികളെ അതിൻ്റെ പെർസെപ്ഷനെ നമ്മൾ മാറ്റിയെടുക്കുക. ആ പെർസെപ്ഷനെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ആളുടെ പ്രശ്നം തീരും. കാരണം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു സാധനത്തെ പേടിയുണ്ടെങ്കിൽ അതിൻ്റെ പെർസെപ്ഷൻ അതെന്താണ്, അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആകാം. ഉണ്ടാകാനും കാരണമുണ്ട്. പലപ്പോഴും പാരമ്പര്യമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്, അത് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്നിട്ടാണ്, സമൂഹത്തിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് നിന്നാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റുന്ന എക്സ്പോഷർ തെറാപ്പി, ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്സ്, മോഡലിംഗ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് പറഞ്ഞത്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആ ചിന്താഗതി, അവരുടെ പെർസെപ്ഷനെ കുറിച്ച് നമ്മൾ മാറ്റുക, റീകണ്ടീഷൻ ചെയ്തെടുക്കുക. അപ്പോൾ ഒന്ന് കണ്ടീഷൻ ആയതിനെ നമ്മൾ റീകണ്ടീഷൻ ചെയ്ത് നമ്മൾ എടുക്കുക. ദെൻ മെഡിക്കേഷനെ കുറിച്ച് നമുക്ക് തെറ്റായ ധാരണകൾ പലപ്പോഴും ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതിനകത്ത് അങ്ങനെയുള്ള ആവശ്യം ഇല്ല. കാരണം ചില കേസുകളിൽ ഏറ്റവും പെട്ടെന്ന് ഉപകാരപ്പെടുന്നത് മെഡിക്കേഷൻ ആയിരിക്കും. അപ്പം പലതരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. എക്സ്പോഷർ തെറാപ്പി ഉണ്ട്, ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്, മോഡലിംഗ് ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, മെഡിക്കേഷൻ ഉണ്ട്. അബ്നോർമൽ സൈക്കോളജി, അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ചാണ്. കോസസ് ഓഫ് അബ്നോർമൽ ബിഹേവിയർ, എന്തൊക്കെ കാരണങ്ങളാണ് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാകാനുള്ള കാരണം, അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ദെൻ നെസസറി, ചില കാര്യങ്ങൾ നമുക്ക് രോഗം ഉണ്ടാക്കാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെസസറി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമുക്കുണ്ടാകാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ പിന്നെ സഫീഷ്യൻ്റ് ആയിട്ട് ചില കാരണങ്ങൾ സഫീഷ്യൻ്റ് ആയിരിക്കും, അസുഖം ഉണ്ടാകാനായിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം. ദെൻ കോൺട്രിബ്യൂട്ടറി, വേറെ എന്തെങ്കിലും ആകാം. ഒന്ന്, ചില സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകും, അതിൽ നിന്ന് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടാകാം. പിന്നെ ചിലത് സഫീഷ്യൻ്റ് ആയിട്ടുള്ളത്, കൂടുതൽ പ്രഷർ, എക്സാമ്പിൾ സഫീഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പ്രഷർ, കൂടുതൽ പ്രഷർ കിട്ടി, ആ പ്രഷർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ജോലികൾ ചെയ്യണം, പല ഇന്ന സമയത്തുള്ളിൽ ചെയ്യണം. അപ്പം പലയിടത്തു നിന്ന് പല മൾട്ടിപ്പിൾ ടാസ്ക് നമുക്ക് ഒരു പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഉണ്ടാകാം. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ച് പക്ഷെ വേറെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ടറി, ആ യഥാർത്ഥത്തിൽ അതായിരിക്കണമെന്നില്ല, വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പം there are reasons, causes, necessary, sufficient and contributory. ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് നമ്മൾ എന്തൊക്കെയാണ് അസസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അസസ്മെൻറ്റ്. ഒന്ന് സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ആണ്. സൈക്കോളജിക്കൽ അസസ്മെൻറ്റിനകത്തുള്ളത് ഫസ്റ്റ് വേണ്ടത് ഇൻ്റർവ്യൂ മെത്തേഡ്. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയേണ്ട കാര്യത്തിൽ മുഖാമുഖം നമ്മൾ എന്നിട്ട് ഒരു കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഇൻ്റർവ്യൂ മെത്തേഡ്. ദെൻ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. ക്ലിനിക്കൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പോയി ആളെ ഇരുത്തി എന്തെങ്കിലും സൈക്കോളജിക്ക് ഇവാലുവേഷൻ നടത്തി, സൈക്കോളജി ഇവാലുവേഷൻ നടത്തി അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു മെത്തേഡാണ് ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. മറ്റേ ഇൻ്റർവ്യൂ തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ മറ്റേ ഓപ്പണായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നത്, ഇതൊരു പെർട്ടിക്കുലർ ഏരിയയെ പെർട്ടിക്കുലർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ക്ലിനിക്കൽ ഇൻ്റർവ്യൂ. പിന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് മെയിനായിട്ട് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് നമ്മൾ അബ്നോർമൽ ഇതിലൊക്കെ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ആങ്സൈറ്റി സ്കെയിലുണ്ട്, ഡിപ്രഷൻ സ്കെയിലുണ്ട്, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട്, പിന്നെ ന്യൂറോട്ടിക് ഉണ്ട്, സൈക്കോട്ടിക് ടെസ്റ്റുകളുണ്ട് പലതും. സ്കിസോഫ്രീനിയ പോലുള്ള രോഗങ്ങളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ള ടെസ്റ്റ്, ADHD കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്. ദെൻ ഒബ്സർവിങ് ബിഹേവിയർ, ഇത് സാറിന് നമ്മൾ ചെയ്യുന്നതാണ്. ഒബ്സർവിങ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അവരെ അവിടെ നിർത്തി ആ സാഹചര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഒബ്സർവേഷൻ ബിഹേവിയർ. ദെൻ ബയോളജിക്കൽ ടെസ്റ്റ്. ബയോളജിക്കൽ അസസ്മെൻറ്റിനകത്ത് ധാരാളമുണ്ട്. നമുക്ക് ധാരാളം ടെസ്റ്റുകൾ, നമുക്ക് MRI പോലുള്ളതുണ്ട്, പിന്നെ തൈറോയ്ഡ് പോലുള്ള ടെസ്റ്റുകളുണ്ട്, പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകളുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബയോളജിക്കൽ ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. കാരണം മറ്റേ ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം, എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നതാണ്. ബയോളജിക്കൽ ടെസ്റ്റ് നമ്മൾ MRI സ്കാൻ പോലുള്ളതുണ്ട്,
EEG ഉണ്ട്, ഇലക്ട്രോ എൻഫ്ലോഗ്രാഫിൻ്റെ ടെസ്റ്റ് നമുക്കുണ്ട്. ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ നോക്കും, തൈറോയ്ഡ് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ നോക്കും. വൈറ്റമിൻ ഡി ടെസ്റ്റുകൾ നമ്മൾ നോക്കും, ബയോളജിക്കൽ ടെസ്റ്റ്. ദെൻ ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ്. ബിഹേവിയറൽ കോഗ്നിറ്റീവ് എന്തൊക്കെയാണ്, ബിഹേവിയർ ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെയാണെന്നുള്ളത് ബിഹേവിയറൽ ആൻഡ് കോഗ്നിറ്റീവ് അവരുടെ ചിന്താഗതിയിൽ എങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണുള്ളതെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. അതായത് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് അസസ്മെൻറ്റ്. ഫിയർ എപ്പോഴും നമ്മൾ നോക്കുക, ഫിയർ, ആങ്സൈറ്റി ആൻഡ് പാനിക് അറ്റാക്ക്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മളൊന്ന് പറയും. ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ, അതായത് ഫിസിക്കൽ പ്രസൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ ഫിയർ എന്ന് പറയുക. മുമ്പിൽ ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ യഥാർത്ഥ സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഫിയർ എന്ന് പറയുന്നത്. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാൻ, ദാറ്റ് ഇസ് കോൾഡ് ആങ്സൈറ്റി. അപ്പം ഫിയർ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സാധനത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്നതാണ് ഫിയർ എന്ന് പറയുന്നത്. അത് കോഗ്നിറ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ചേഞ്ചസ് ഉണ്ടാകും. ഫസ്റ്റ് കോഗ്നിറ്റീവ് മീൻസ് ഐ ആം അഫ്രൈഡ്, എനിക്ക് പേടി വരുന്നു, ഐ ആം അഫ്രൈഡ് പറയാം, ദാറ്റ് ഈസ് ഫിയർ. ഒരു സാധനം കണ്ടു പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഫിസിയോളജിക്കൽ, ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, ഫാസ്റ്റ് ആൻഡ് ഹെവി ബ്രീത്തിങ്, ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുക, നമ്മൾ വിറയ്ക്കുക, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ഭയങ്കര എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ ഇംഗ്ലീഷ്. ദെൻ ബിഹേവിയറൽ, സ്ട്രോങ് അർജ് ടു എസ്കേപ്പ് ഫ്രം ദി സിറ്റുവേഷൻ, ഓടി ഒളിക്കാൻ ശ്രമിക്കുക, അതിനെ ഒഴിവാക്കുക. ആ സിറ്റുവേഷൻ, നമുക്ക് പേടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനെ നമ്മൾ ഒഴിവാക്കുക. അതാണ് ബിഹേവിയറൽ പ്രോബ്ലം. അപ്പം ഫിയർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് റിയൽ ഡേഞ്ചർ, എന്തെങ്കിലും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതികൾ മുമ്പിലുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഫിയർ ഉണ്ടാകുക. അതിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് ആണ് കോഗ്നിറ്റീവ് ഓർ സബ്ജക്റ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത്. ആദ്യത്തെ ഐ ആം അഫ്രൈഡ്, ഒരു കാര്യം കൊണ്ട് എനിക്ക് പേടി തോന്നി, പാമ്പിനെ കണ്ടു എനിക്ക് പേടി തോന്നി, നായെ കണ്ടു എനിക്ക് പേടി തോന്നി, പൂച്ചയെ കണ്ടു എനിക്ക് പേടി തോന്നി. കാരണം മുമ്പിൽ നിൽക്കുമ്പോൾ ആ സാധനം യഥാർത്ഥത്തിൽ റിയലായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഉണ്ടാകാവുന്ന ചേഞ്ച് ഒന്ന് ഐ ആം അഫ്രൈഡ്, സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ് എന്ന് നമ്മൾ പറയുക, ഐ ആം ഫിയർ അബൌട്ട് ഇറ്റ്, പേടിയാണ്. അപ്പം ആ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഫിസിയോളജി, ഇൻക്രീസ് ഹാർട്ട് റേറ്റ്സ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു ചേഞ്ച് തന്നെ ഹാർട്ട് റേറ്റ്സ് കൂടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇതാണ്. ആൻഡ് ഹെവി ബ്രീത്തിങ്, ശ്വാസം കൂടുതൽ വലിച്ചെടുക്കുക, പുറത്തേക്ക് വിടുക. ദെൻ ബിഹേവിയർ, സ്ട്രോങ് അർജ് ടു എസ്കേപ്പ് ഫ്രം ദി സിറ്റുവേഷൻ, അവിടുന്ന് ഓടി ഒളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും നമുക്ക് പിന്നെ ഉണ്ടാകുക. ദെൻ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ്. അത് സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വണ്ടിയെ കയറിയ അപകടമുണ്ടായാലോ, പരീക്ഷ എഴുതിയാൽ ഞാൻ തോറ്റു പോകും, പരീക്ഷയ്ക്ക് എനിക്ക് ജയിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ആങ്സൈറ്റി. അപ്പം വരാൻ പോകുന്ന ഒരു കാര്യം അതെനിക്ക് അപകടകരമായിരിക്കും എന്ന് ചിന്തിക്കുക. പ്രീ ഓക്യുപ്പേഷൻ, അതിനെക്കൂടെ സെൽഫ് പ്രീ ഓക്യുപ്പേഷൻ ആണ്. മനസ്സുകൊണ്ട് അതങ്ങനെ ആയിരിക്കും എന്ന് പറയുക. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഇതെന്താണെന്നുള്ളതിന് പറയാൻ പറ്റുക. അങ്ങനെയുള്ള സിറ്റുവേഷനാണ്, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ ആങ്സൈറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് വരുന്നത് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. ടെൻഷൻ ഉണ്ടാകാം, അപ്പം കോഗ്നിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകാം, ദെൻ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം. ഇപ്പോൾ കോഗ്നിറ്റീവ് ചേഞ്ച് ഇത് നമ്മൾ പ്രത്യേകം ഇത് നമ്മൾ പഠിക്കണം. കാരണം ഇത് പറയാൻ ഈ ആങ്സൈറ്റിയും ഈ ഒബ്സഷനും ഫിയറും ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളറിയാം, ഇത് ബേസിക്കായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ്. എപ്പോഴും നമ്മൾ പറയുന്ന വാക്കെന്ന് മാത്രമേ, എപ്പോഴും ചെയ്യുന്ന വാക്കെന്ന് മാത്രമല്ല, കോമൺ ആയിട്ടുള്ള ചില അസുഖങ്ങളിൽ പെട്ടതാണിത്. ആണ് ഇത് ഒന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. പ്രത്യേകിച്ച് ആങ്സൈറ്റി എന്ന് പറയുമ്പം കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. എല്ലാവർക്കും ഉണ്ട്. പരീക്ഷയ്ക്കുള്ള പേടിയുണ്ട്, എന്തെങ്കിലും ചെയ്യാനുള്ള പേടിയുണ്ട്, എന്തെങ്കിലും വസ്തുവിനോടുള്ള പേടിയുണ്ട്, ഇതൊക്കെയാണ്. അത് പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നതിനെ കുറിച്ചാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ആ വരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. സെക്കൻഡ് ഫിസിയോളജിക്കൽ ക്രോണിക് ടെൻഷൻ ഓവർ അറോസൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. അപ്പോൾ ഇതിനകത്ത് ഫിസിയോളജിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം, ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ അതിനെ ഓടി ഒളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദെൻ ബിഹേവിയറൽ,
പക്ഷേ ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് പേടി വരുമ്പോൾ പരീക്ഷയാണ്, പരീക്ഷ നമുക്ക് വരുന്നു, പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും. പരീക്ഷ ഹാളിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ ഉള്ളതല്ലത്, പരീക്ഷാ ഹാളിനകത്ത് കയറി കഴിയുമ്പോഴുള്ളത്, പക്ഷെ അതിന് മുമ്പുള്ളത്. അപ്പം ബിഹേവ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അത് നേരത്തെ പ്ലാൻ ചെയ്ത് വരുന്നതാണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷനെ ഒഴിവാക്കണം. നമ്മൾ ഒരു സാധനം അവിടെ ഇരിക്കുന്നു, അത് പേടിയാണെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകാതിരിക്കുക. അപ്പം എന്തെങ്കിലും സംഭവിക്കുന്ന വെച്ചിട്ടുണ്ട്, ഇപ്പോൾ വണ്ടിയെ കയറി അപകടം ഉണ്ടാകുമെന്ന് വെച്ചാൽ വണ്ടിയെ കയറാതിരിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടാകും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ സാധനം കഴിക്കാതിരിക്കുക. ദെൻ ഫോബിയ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ സംഗതിയോട് ആക്ച്വലി അത് അപകടകാരി അല്ലെങ്കിൽ പോലും അത് അപകടമുണ്ടാകും എന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് ഫോബിയ എന്ന് പറയുന്നത്. മറ്റേത് നമുക്ക് ആങ്സൈറ്റി ഒക്കെ ഫിയർ എന്നൊക്കെ പറയും, പേടിയാണ് ഉള്ള സാധനങ്ങളാണ്. ഫോബിയ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സാധനം അപകടകരമല്ല എങ്കിലും അതിനെക്കുറിച്ചൊരു പേടി ഉണ്ടാകുക. ഉദാഹരണത്തിന് നമ്മൾ പ്ലെയിനിൽ കയറാൻ പേടിയാണ്. അപ്പം പ്ലെയിനിൽ കയറിയത് കൊണ്ട് നമുക്കൊന്നുമില്ല, പക്ഷെ അതൊരു ഫിയറാണ്, അകത്തുണ്ടാകുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫോബിയ. കാരണം ഇത് പ്ലെയിൻ മുകളിലേക്ക് പൊങ്ങും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകും. സോ ഇത് ഡയറക്റ്റായിട്ട് ആ ആളെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, പക്ഷെ അതിനെക്കുറിച്ച് ഡിസപ്രോപ്രിയേറ്റ് ഫിയർ ആണ് അബൌട്ട് ഇറ്റ്. അതാണ് നമ്മൾ ഫോബിയയുടെ കാര്യം. ദെൻ പല തരത്തിലുള്ള ഫോബിയ ഉണ്ട്. സ്പെസിഫിക് ഫോബിയ, ഇത് സിമ്പിൾ ഫോബിയ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത്. സ്പെസിഫിക് ഫോബിയ നേരത്തെ നമ്മൾ പറയുന്നത് സ്പെസിഫിക് ഫോബിയ ആണെങ്കിൽ ഇപ്പം നോൺ സിമ്പിൾ ഫോബിയ. അത് അത്ര വലിയ ഒരു സിറ്റുവേഷനുള്ള പ്രശ്നമുള്ളതായിട്ട് എടുക്കില്ല. ദെൻ സോഷ്യൽ ഫോബിയ, ഫിയർ ഓഫ് സോഷ്യൽ സിറ്റുവേഷൻ, സാമൂഹികമായ പ്രശ്നങ്ങൾ അതിലേക്ക് ഇറങ്ങാനായിട്ടുള്ള മടിയാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്. ദെൻ അഗോറോഫോബിയ ക്രൗഡഡ് പ്ലേസസിനെ കുറിച്ചുള്ളതാണ്. ക്ലസ്ട്രോഫോബിയ ഉണ്ട്, അടച്ചിരിക്കുന്ന മുറിയ ചിലർക്ക് തുറന്നത് ചിലർക്ക് അടച്ചതിനുണ്ടാണ്. ദെൻ പാനിക് അറ്റാക്ക്. ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംറ്റം പെട്ടെന്നായിരിക്കും, അബ്രപ്റ്റ്ലി വരും, പെട്ടെന്നുണ്ടാകുക. ആ ഉണ്ടായാൽ മാത്രം പോരാ, ഉണ്ടായത് കൊണ്ട് മാത്രം അതിന് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് നമ്മൾ കഴിയില്ല. ആ ഉണ്ടാകുന്ന 10 മിനിറ്റുള്ളിൽ അതിൻ്റെ പീക്കിലെത്തും, അടുത്തൊരു അരമണിക്കൂറിനുള്ളിൽ അത് നിർത്തും. നമ്മളിപ്പം ഓടിച്ചെന്നിട്ട് നമ്മൾ ഈ ഒരു സാധനം വാങ്ങാനായിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ ആ വാങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ സാധനം കിട്ടുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്കൊരു അത് വാങ്ങിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമുക്കൊരു അറ്റാക്ക് ഉണ്ടാകുന്നു. അത് 10 മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി പീക്കിലെത്തും, അരമണിക്കൂർ കൊണ്ട് തരും. ഇത് സാറിന് 1 മണിക്കൂറിൽ കൂടുതൽ പാനിക് അറ്റാക്ക് ഒന്നും ഇന്ന് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മാക്സിമം ഇറ്റ് ലാസ്റ്റ് ഫോർ 1 hour. 1 hour അവിടെ അപ്പുറം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്ര വലിയ ഇതായിട്ട് ആണെങ്കിൽ ഏതാ കാരണം വെച്ചാൽ സ്ലോലി ആ പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് പോകും. ഈ പാനിക് അറ്റാക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ ഏതെങ്കിലും പെട്ടെന്ന് അങ്ങോട്ടുണ്ടാകുക, ഏതെങ്കിലും സാഹചര്യത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് തോന്നലുണ്ടാകുക. ആ തോന്നലുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കകത്ത് സാധാരണഗതിയിൽ അറ്റാക്കിൻ്റെ ആങ്സൈറ്റി പോലെ തന്നെ പെട്ടെന്നൊരു ഭയങ്കര ബ്രീത്തിന് നമ്മൾ ശ്വാസം എടുക്കാനായിട്ടിരിക്കുക, നമ്മൾ ശ്വാസം നിന്ന് പോവുക, ഹൃദയത്തിന് ഭയങ്കര ഭാരമായിട്ട് തോന്നുക. അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് മാറിക്കോളും, വിൽ ബി ഓൾ റൈറ്റ്. ആൻഡ് മോർ ദാൻ 1 hourക്കുള്ള ഒരു പാനിക് അറ്റാക്കും ഇന്ന് കണ്ടിട്ടില്ല. സാധാരണ ഈ 1 മണിക്കൂർ. ഈ പാനിക് അറ്റാക്ക് പഠിക്കുക, കാരണം പാനിക് അറ്റാക്ക് ചിലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിംറ്റംസ് ഓഫ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ അതിന് ബുക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കണം. ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ, ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, മൾട്ടിപ്പിൾ ടാസ്ക്, പല കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതായ ഒരു എക്സസീവ് അൺറീസണബിൾ വറി അബൌട്ട് മൾട്ടിപ്പിൾ ലൈഫ് ഇവൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ്. ഞാൻ ഇങ്ങനെ സംഭവിക്കും, ഇത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, ഇവിടെ അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ കോമൺ. മൾട്ടിപ്പിൾ ആയിരിക്കും, ഒരെണ്ണത്തിലുള്ള മൾട്ടിപ്പിൾ പല കാര്യത്തിലുള്ളതായിരിക്കും. ദെൻ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഒബ്സഷൻ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ അതിന് കമ്പൽഷൻ ഉണ്ടാകണം. കമ്പൽഷൻ മാത്രം പോരാ, അതിന് എന്തെങ്കിലും ഒരു
റെമഡികൾ നമ്മളെ കിട്ടണം. ആ ഒരു ഒബ്സഷൻ കമ്പൾഷൻ അതില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആങ്സൈറ്റിയും കൂടെ കൂടുക. ഉദാഹരണത്തിന് ഒരു സംഗതി നമ്മൾ ചെയ്യണം. ഇപ്പം കുളിക്കാനായിട്ട് കുറെ കൂടുതൽ സമയം എടുക്കുന്നവരുണ്ടെന്ന് ഇരിക്കട്ടെ, കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം അത് ഒഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ 5 കപ്പ് അല്ലെങ്കിൽ 10 കപ്പ്, അപ്പം 5 കപ്പിൽ കുറച്ച് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ സംഭവിച്ചെന്ന് തോന്നുക. അല്ലെങ്കിൽ വീട് പൂട്ടിയിട്ടു പോയി കഴിഞ്ഞാൽ സംശയം, വീട് അടച്ചിട്ടുണ്ടോ എന്ന് സംശയം എന്ന് പറയുന്നത് നമ്മൾ ഔഷധിപ്പെടുത്തുകയല്ല. പക്ഷെ അത് തിരിച്ച് നോക്കാനുള്ള ടെൻഡൻസി കൂടി ആങ്സൈറ്റി കൂടിയിട്ട് വന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ അത് നമ്മൾ നോക്കുക, വീട് അടച്ചോ, അല്ലെങ്കിൽ വെള്ളം എത്ര ബക്കറ്റ് ഒഴിച്ചോ, അല്ലെങ്കിൽ ഇന്നത് ഞാൻ ചെയ്തെങ്കിൽ എന്തെങ്കിലും വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് പല തരത്തിലുള്ളതുണ്ട്. ഹോർഡിങ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞാൽ സാധനം നമുക്ക് കളയാനുള്ള മാനസികമായ പ്രശ്നം, അതിൽ നിന്ന് പാർട്ട് ചെയ്യാനായിട്ട്, അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ദാറ്റ് ഇസ് കോൾഡ് ഹോർഡിങ് ഡിസോർഡർ. ദെൻ എക്സോഷൻ സ്കിൻ പിക്കിംഗ് ഡിസോർഡർ. സ്കിൻ പതുക്കെ പിക്ക് ചെയ്തെടുക്കുക, പറിച്ചെടുക്കുക, നമ്മൾ പിച്ചെടുക്കുക, പാടൊക്കെ വീഴുക, അങ്ങനെയൊക്കെ എക്സോറിയേഷൻ, സ്കിൻ പാക്കിംഗ്. ദെൻ ബോഡി ഡിസ്മോർഫിക്, എന്നെ കൊണ്ട് കൊള്ളുകയല്ല, ഞാൻ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. ഇപ്പം ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ വരുമ്പോൾ ആൾക്കാർ കൂടുതൽ സമയത്തേക്ക് നമ്മൾ അവർ കണ്ണാടിയിലൊക്കെ പോയി ശരിയാണോ അല്ലയാണോ എന്നൊക്കെ നോക്കുന്നത് കാണാം. പക്ഷേ ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനകത്താണ് ഇത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ വരുന്നത്. ട്രിക്ലോറ്റിലിനോമാനിയ ഇതെന്ന് വെച്ചാൽ മുടി പറിച്ചെടുക്കുക. മുടി ഒരു ഭാഗത്ത് നിന്ന് ചുരുട്ടി വേദന എടുക്കും. പക്ഷെ ആ വേദന എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അത് പറിച്ച് അത് കളയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണ്. ഒന്നുകിൽ ഇത് പറിച്ചും കളയും, അല്ലെങ്കിൽ പറിച്ച് എവിടെയെങ്കിലും വെക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞോണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇത് സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലല്ല കൊണ്ടുപോകല്ല, സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കലല്ല അത് കൊണ്ടുപോകാറുള്ളത്. കാരണം ഏതെങ്കിലും സ്കിൻ ഡോക്ടറെ അടുക്കലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഹോർഡിങ് ഡിസോർഡർ, എക്സോറേഷൻ സ്കിൻ പിക്കിംഗ് ഡിസോർഡർ, ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, ട്രിക്കോറ്റിലോമാനിയ. ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് ഇതിനകത്തുള്ളത്? ഒന്ന് എക്സ്പോസർ തെറാപ്പിയാണ്. പതുക്കെ ആ പേടിയുള്ള സാധനത്തിനോട് നമ്മൾ കൂട്ടി ഓരോന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് കോമൺ ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ കൊടുക്കാതെ എക്സ്പോഷർ തെറാപ്പി. ദെൻ ഇൻ്റഗ്രേറ്റീവ് ടെക്നിക്സ്, വെള്ളം മാത്രമല്ല പല സംഗതികൾ കൂടിയിട്ടുള്ള ടെക്നിക്സുകൾ ഇൻ്റഗ്രേറ്റീവ്. ദെൻ മോഡലിംഗ്, ഏതെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നോ അല്ലെ കാണിക്കുന്നോ നായികമാർ പോലെ നമ്മളാക്കിയെടുക്കുക. ദാറ്റ് സെൽഫ് ഇമേജ് കൂട്ടാനായിട്ടുള്ളതാണ്, സംഗതിയാണ്. ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, CBT ധാരാളം ചെയ്യുന്നതാണ്. ദെൻ മെഡിക്കേഷൻ. ദ ലാസ്റ്റ് വൺ, നോട്ട് ദ ലാസ്റ്റ് ഓർ ദ ലീസ്റ്റ്, ബട്ട് മെഡിക്കേഷൻ ഒരു പരിധി വരെ മെഡിക്കേഷൻ നല്ലപോലെ വർക്ക് ചെയ്യുന്ന കാണുന്നത്, അല്ലെങ്കിൽ ഒരു പരിധി കൂടുതലാണെങ്കിൽ മെഡിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിനും, അത് ആങ്സൈറ്റിക്കും പാനിക്കും OCDക്കും എല്ലാം കൂടെ കോമൺ ആയിട്ട് നമ്മൾ എടുക്കാവുന്ന സംഗതികളെ കുറിച്ചാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സംഗതിയിലേക്ക് പോകും. അപ്പോൾ എന്താണ് അബ്നോർമൽ ബിഹേവിയർ, അതിനെക്കുറിച്ച് നമ്മൾ ആ ബുക്കിനകത്ത് പറയുന്ന ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാകും നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്സ്, ഫിയർ, ആങ്സൈറ്റി, OCD നമുക്ക് കൂടുതൽ ആവശ്യമുള്ളതാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക.